ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജോളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ തൊട്ടുമുന്നിലെ വീഡിയോയിൽ ചർച്ച ചെയ്ത വിഷയമായിരുന്നു ഉണ്ണി മുകുന്ദൻ്റെ മാനേജരായിരുന്ന വിപിൻ എന്ന വ്യക്തിയെ അയാൾ താമസിക്കുന്നിടത്ത് നിന്ന് അയാൾ ആക്രമിച്ചെന്ന്, അയാളുടെ കണ്ണടയൊക്കെ തല്ലിപ്പൊട്ടിച്ചെന്ന് പറഞ്ഞ് അയാൾ കേസ് കൊടുക്കുന്നു. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ണി മുകുന്ദനെതിരെ FIR ഒക്കെ ഇട്ടുന്ന കാര്യങ്ങളാണ്. അപ്പം ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഉണ്ണി മുകുന്ദൻ തല്ലാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഉണ്ണി മുകുന്ദൻ വളരെ ഇമോഷണൽ ആയ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു കള്ളക്കേസ് കൊടുക്കാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ഇങ്ങനെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ വിപിനെതിരെ ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് വരാൻ സാധ്യതയില്ല, അത് കള്ളക്കേസാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ. മാത്രവുമല്ല, ഉണ്ണി മുകുന്ദനെ തിരിച്ച് ഇയാൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയും ചെയ്യും. അപ്പം അത്തരമൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഇതൊരു കള്ളക്കേസാകാൻ സാധ്യതയില്ല എന്നാണ് ഇന്ന് രാവിലത്തെ വീഡിയോയിലും പറഞ്ഞത്. പക്ഷേ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഉണ്ണി മുകുന്ദൻ തന്റെ ഫേസ്ബുക്കിൽ ചില കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിനകത്ത് ചില എക്സ്പ്ലനേഷൻ വന്നിരിക്കുന്നു. ആ എക്സ്പ്ലനേഷനാണ് നമ്മൾ റിയാക്ഷന് വേണ്ടി എടുത്തിരിക്കുന്നത്. കൃപയായി വായിക്കുക. ഇത് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇംഗ്ലീഷ് ചെയ്ത് പോസ്റ്റ് അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. പ്ലീസ് റീഡ് എന്നുള്ള വാക്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ലിറ്ററൽ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ വന്നിരിക്കുന്നത് മനസ്സിലാവുന്നത്. ഇത് മൊത്തം വായിക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 2018 ആദ്യകാലത്ത് എൻ്റെ സ്വന്തം ബാനറിൽ ആദ്യ ചിത്രം നിർമ്മിക്കാൻ ഒരുങ്ങുമ്പോഴാണ് വിപിൻ കുമാർ എന്ന വ്യക്തി എന്നെ സമീപിച്ചത്. സിനിമാ രംഗത്തെ വിവിധ പ്രശസ്ത താരങ്ങളെ പ്രൊഫഷണൽ റിലേഷൻ ഓഫീസറായിട്ടാണ് അദ്ദേഹം തൻ്റെ പരിചയപ്പെടുത്തിയതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ എൻ്റെ ഒഫീഷ്യലായി വ്യക്തിഗത മാനേജരായി വിപിൻ ഒരിക്കലും നിയമിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇയാൾ പറയുന്നത് എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തി, ചിലപ്പോൾ അതായിരിക്കും കേട്ടോ, ഒരു PRO വർക്ക് മാത്രം ചെയ്തൊരു വ്യക്തി എന്ന നിലയിലായിരിക്കും. ഇയാൾ പറയുന്ന പോലെ മാനേജറാണ് നിർബന്ധമില്ല. പക്ഷേ ഇയാളുടെ പ്രൊഫൈലൊക്കെ ഇട്ടിരിക്കുന്ന സെലിബ്രിറ്റി മാനേജർ എന്ന രീതിയിലാണ്. അതുപോലെ ഇയാൾ ടൊവിനോയുടെയും പൃഥ്വിരാജിൻ്റെ ഒക്കെ സെലിബ്രിറ്റി മാനേജർ എന്ന രീതിയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ഇതിൽ ഉണ്ണി മുകുന്ദൻ പറയുന്ന അങ്ങനെ ഒരു സംഭവമില്ല. ഇയാൾ എൻ്റെ PR മാത്രമാണ്. എന്തെങ്കിലും കാര്യങ്ങൾ പബ്ലിക്കിനെ അറിയിക്കേണ്ടതുള്ളപ്പോൾ സോഷ്യൽ മീഡിയ വഴി അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത്. എൻ്റെ ആദ്യത്തെ പ്രശ്നം വിപിനുമായി ഉണ്ടായത് ഇപ്പോൾ റിലീസ് ചെയ്ത മാർക്കോ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്തായിരുന്നു. ഒബ്സ്ക്യൂർ എന്റർടൈൻമെന്റ്സിന്റെ സെബാന്റെ നേതൃത്വത്തിലുള്ള ജീവനക്കാരനുമായി വലിയൊരു പ്രശ്നത്തിലായിരുന്നു വിപിൻ. ഈ പ്രശ്നം പബ്ലിക്കായത് ചിത്രത്തിനും വലിയ ആഘാതമായിരുന്നു. കൂടാതെ ചിത്രത്തിന് മുഴുവൻ ക്രെഡിറ്റ് നൽകുന്നില്ലെന്ന് വിപിൻ എന്നെ ശകാരിച്ചിരുന്ന അർത്ഥമില്ല. അതായത് മാർക്കോയുടെ ആ വിജയത്തിന് മുഴുവൻ ക്രെഡിറ്റ് നിനക്ക് നീ എടുത്തില്ല എന്ന് പറഞ്ഞ് ശകാരിച്ചു. പക്ഷേ ഇയാൾ പറയുന്നത് ഉണ്ണി മുകുന്ദൻ പറയുന്നത് അത് എൻ്റെ എത്തിക്സിനെതിരായിരുന്നു എന്ന് വ്യക്തമാക്കിയതാണ്. പിന്നീട് എൻ്റെ പ്രവർത്തനങ്ങളെ മോശമായി ബാധിക്കുന്നത് പോലെ നിരവധി പ്രശ്നങ്ങൾ ഈ വ്യക്തിയെ ചുറ്റിപ്പറ്റിയുണ്ടെന്ന് എനിക്കറിയാൻ സാധിച്ചു. പുതുതായി ചിത്രമെടുക്കുന്നവരിൽ നിന്നും പ്രശസ്തരായ സംവിധായകരിൽ നിന്നും ഇതിനെക്കുറിച്ച് പരാതികളും ഒക്കെ സ്വീകരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസീവ്ഡ് എന്ന് ഇംഗ്ലീഷിൽ നേരെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് മറ്റുള്ളവരെന്ന് ഇയാളെക്കുറിച്ചുള്ള ചില പരാതികളും അതേപോലെ ചാരച്ചൊല്ലുകളും അവാദ പ്രചരണങ്ങളും ലൂസ് ടോക്സ് ആൻഡ് ഗോസിപ്സ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. കൂടാതെ ഈ വ്യക്തി ജോലിയിലെ പങ്കാളി എന്ന നിലയിലും സുഹൃത്ത് എന്ന നിലയിലും ഒരിക്കലും മാപ്പ് ലഭിക്കാത്ത രീതിയിൽ അതിരുകടന്ന പ്രവർത്തികൾ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ ഒരു സഹപ്രവർത്തന നിലയിൽ ഇയാൾ പല കാര്യങ്ങളും ഒരു ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. ഇതെല്ലാം വ്യക്തമാക്കുന്നതിനെ നേരിൽ കണ്ടപ്പോൾ അദ്ദേഹം എൻ്റെ അഭിപ്രായങ്ങളെ പൂർണ്ണമായും അവഗണിച്ചു. ഇനിയും ചില പ്രമുഖരിൽ നിന്ന് തനിക്ക് പിന്തുണയുണ്ട് എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അപ്പോൾ ഈ വിഷയങ്ങളുള്ളപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ജസ്റ്റ് ഒരു സ്പാർക്ക് തുടങ്ങിയതല്ലേ. ഇയാൾ മറ്റയാളും പറയുന്നുണ്ടോ കുറേ നാളായിട്ട് എത്ര നാൾ സഹിച്ചിരിക്കും എന്നൊക്കെ അയാൾ ലേഖകരോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നത് ഈ ഒരു പ്രശ്നം ഇയാളുടെ ഭാഗത്ത് നേരത്തെ തുടങ്ങിയുണ്ട്. അത് സംസാരിച്ച് ക്ലിയർ ആയി നോക്കിയപ്പോഴൊക്കെ ഇയാൾ അത് അംഗീകരിച്ചില്ല, തെറ്റംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല തിരിച്ച് എനിക്കും പല പ്രമുഖരുമായിട്ടൊക്കെ ഇടപാടുണ്ടെന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. പിന്നീട് എൻ്റെ അടുത്ത സുഹൃത്തായ വിഷ്ണു ഉണ്ണിത്താൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം എൻ്റെ മുന്നിൽ എല്ലാവിധ തെറ്റുകൾക്കും മാപ്പ് പറഞ്ഞിരുന്നു. ഇത് വിഷ്ണു തന്നെ മനോരമോളെ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ ആ അഭിമുഖം കണ്ടിട്ടില്ല. എൻ്റെ ഡിജിറ്റൽ ഡാറ്റയിൽ അദ്ദേഹത്തിന് ആക്സസ് ഉണ്ടായിരുന്നതിനാൽ ഞാൻ അദ്ദേഹത്തോട് എഴുതി തരുന്ന മാപ്പ് ചോദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഡിജിറ്റൽ ഡാറ്റ ആക്സസ് ഒരുപക്ഷെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്കുള്ള ആക്സസ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഇയാൾ ഹാൻഡിൽ ചെയ്യുന്നതാണല്ലോ പറഞ്ഞത്. മാപ്പ് ഈ വിഷയത്തിൽ എഴുതി തരണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു. എന്നാൽ അത് അയക്കുന്നതിന് പകരം പൂർണ്ണമായും വ്യാജമായും ഭീഷണി മുഴുവൻ നിറഞ്ഞതുമായ ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും ന്യൂസ് പോർട്ടലുകളും പ്രചരിപ്പിക്കുന്നതായി ഞാൻ കണ്ടു. അപ്പോൾ ഇതാണ് വിഷയം എന്നാണ് ഉണ്ണി പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിലായാലും ആദ്യം മാപ്പ് പറഞ്ഞതാണ്. മാപ്പ് പറഞ്ഞ വ്യക്തി പിന്നീട് അത് എഴുതി തരണമെന്ന് പറഞ്ഞപ്പോൾ അത് തയ്യാറാകാതെ ഇതുപോലുള്ള ആരോപണങ്ങളായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ അയാൾ പറയുമ്പോൾ അയാളുടെ മേത്ത് അടി കൊണ്ടെന്നൊക്കെ പറഞ്ഞ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതലും ആ വിഷയത്തിൽ അടി കൊണ്ട പാടുകളുടെ ശരീരത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോഴാണ് കുറച്ചും കൂടി ഒരുപക്ഷെ ഉണ്ണി മുകുന്ദൻ തല്ലിയിട്ടുണ്ടാകുമോ എന്നൊരു തോന്നലേ എനിക്കും ഉണ്ടായത്. ആ കാര്യം അങ്ങനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ
ഉണ്ണി മുകുന്ദൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയേണ്ട ബാധ്യതയുണ്ട്, നിയമപരമായിട്ടോ അല്ലെങ്കിൽ സൗഹൃദപരമായ നടപടിയെടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത്. വിപിൻ ആരോപിക്കുന്നത് പോലെ ഒരു ഫിസിക്കൽ അറ്റാക്ക് ഒരിക്കലും നടന്നിട്ടില്ല. ഈ ആരോപണങ്ങൾ എല്ലാം നിരന്തരം വ്യാജവുമാണ്. സംഭവം നടന്ന സ്ഥലം മുഴുവൻ CCTVയുടെ പരിധിയിലാണ്. ദയവായി എന്തെങ്കിലും നിഗമനത്തിലെത്തുന്ന മുമ്പ് ഈ വിവരം പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ CCTV ഒക്കെ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് ഇയാൾ എങ്ങനെയാണ് ഇതുപോലൊരു കള്ളത്തരം പറിച്ചിടുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. പോലീസിൻ്റെ ഒരു വാർത്ത ഞാൻ ഇടയ്ക്ക് കണ്ടത്, ഞാൻ ജോലിയിടയിൽ നോക്കുമ്പോൾ കണ്ടൊരു വാർത്ത എന്ന് പറയുന്നത് ഇയാൾ മർദ്ദിച്ചതിന് തെളിവുകളൊന്നുമില്ല, അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. CCTV ഉള്ള സ്ഥലത്താണെങ്കിൽ തീർച്ചയായിട്ടും തെളിവുകൾ അവിടെ ഉണ്ടാവും. അത് മാത്രമല്ല, പരാതി കൊടുക്കുമ്പോൾ അയാൾ അതും കൂടി ചേർത്തിട്ടല്ലേ കൊടുക്കുള്ളൂ. അപ്പം അങ്ങനെ ഒരു സംഭവം CCTVയിൽ ഇല്ല എങ്കിൽ ഈ വിപിൻ ഇപ്പോൾ ചെറിയ വടി കൊടുത്ത് വലിയ പട വാങ്ങുന്ന പരിപാടിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കണ്ണട അടിച്ചു പൊട്ടിച്ച കാര്യം അത് ഉണ്ണി മുകുന്ദന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. മനോരമ ന്യൂസിൻ്റെ ഒരു വാർത്തയിൽ കണ്ടതാണ്. അവരോട് സംസാരിച്ചു എന്ന രീതിയിൽ മനോരമ ന്യൂസിനോട് പറഞ്ഞത് ഇയാൾ താഴേക്ക് വന്നത്, ബേസ്മെന്റിലേക്ക് വന്നത് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് വന്നത്. അത് ടൊവിനോ കൊടുത്ത കൂളിംഗ് ഗ്ലാസ് ആണെന്ന് പറയുന്നത്. ആ കൂളിംഗ് ഗ്ലാസ് മാറ്റിയിട്ട് സംസാരിക്കട, എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കട എന്ന് പറഞ്ഞ് കൂളിംഗ് ഗ്ലാസ് എടുത്തു, എന്നിട്ട് പൊട്ടിച്ചളഞ്ഞു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇയാൾ വളരെ ഇമോഷണലായ ഒരു മനുഷ്യനാണെന്നുള്ളത്. അത് അറ്റാച്ച്മെൻറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ പറയും, എൻ്റെ അയൽവാസിയായ സുഹൃത്ത് അതിനോട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് വളരെ വളരെ ഇമോഷണലായിട്ട് കാര്യങ്ങൾ കാണുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇമോഷൻ്റെ പുറത്തായിരിക്കും ചിലപ്പോൾ ചവിട്ടിപ്പൊട്ടിച്ചിരിക്കുന്നത്. പിന്നീട് അറിഞ്ഞൊരു കാര്യം, ഇയാൾ ഒരു നടിയുമായിട്ട് ബന്ധപ്പെട്ട് ചില ബോധപ്രചരണങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പോയെന്നറിയുന്നു. ഒരു നടിയെ വിവാഹം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു എന്നുള്ളതൊക്കെ, അതിനെക്കുറിച്ചൊന്നും കൃത്യമായ ധാരണയില്ല. ഏത് നടിയാണെന്ന് നമുക്കറിയില്ല. അത് ഉണ്ണി മുകുന്ദൻ പറഞ്ഞ കാര്യമാണ്. ഇതുകൂടാതെ കഴിഞ്ഞ 5 വർഷമായി എനിക്ക് സമയമില്ല എന്ന പേരിൽ എൻ്റേതായ പ്രവർത്തനങ്ങൾ കുറയ്ക്കാനും ചില ചാൻസുകൾ ഒഴിവാക്കാനും ഈ വ്യക്തി ഇടപെടുന്നതായിട്ടാണ് എനിക്ക് വിവരം. 5 വർഷത്തേക്ക് ഇനി ഉണ്ണി മുകുന്ദന് ഡേറ്റ് ഒന്നും കിട്ടില്ല, ഫുള്ള് ബിസിയാണ് എന്ന് ഇയാൾ പറഞ്ഞു വരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് അവസരം നൽകുന്ന വെച്ചു. ഇപ്പോൾ രാവിലെ ഈ വ്യക്തി പറഞ്ഞത് ഉണ്ണി മുകുന്ദന് വേറെ നല്ല സിനിമകളൊന്നും വരുന്നില്ല, അതിൻ്റെ ഫ്രസ്ട്രേഷൻ ആണെന്നാണ്. ഉണ്ണി മുകുന്ദൻ പറയുന്നത് 5 വർഷത്തേക്ക് ഫുൾ ഡേറ്റ് ബുക്ക്ഡാണ്, ഇയാൾ ഡേറ്റ് ഒന്നും കിട്ടില്ല, അതുകൊണ്ട് ഉണ്ണി മുകുന്ദന് വരാനിരുന്ന അവസരങ്ങൾ കൂടെ ഇയാൾ ഇല്ലാതാക്കിയെന്നാണ് പറയുന്നത്. എനിക്കെതിരെ മനുഷ്യത്വ വിരുദ്ധമായ അപവാദങ്ങൾ അദ്ദേഹം പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇവിടം വരെ പോയി ഒരു നടിയോട് എന്നെ വിവാഹം കഴിക്കൂ എന്നാവശ്യപ്പെട്ട സംഭവത്തിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം വലിയ കലഹത്തിലായിരുന്നു. പിന്നീട് സമൂഹത്തിൽ നിന്നുള്ള എൻ്റെ പ്രതിച്ഛായ തകർക്കാൻ തന്നെ സ്വാധീനം ഉപയോഗിക്കുമെന്ന ഭീഷണിയും അദ്ദേഹം പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ സഹപ്രവർത്തകരുമായി എല്ലായ്പ്പോഴും പ്രൊഫഷണലായിരിക്കുകയാണ്. എന്നാൽ ഈ വ്യക്തി വിഷവുമാണ്. ഓക്കെ, ഈ വ്യക്തി പറയുന്ന ഓരോ വാക്കും പൂർണ്ണമായും അവകാശവിരുദ്ധമാണ്. അയാൾ പറയുന്ന അടിസ്ഥാനമില്ലാത്തതാണെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നു തോന്നുന്നു. എല്ലാ ആരോപണങ്ങളും ഞാൻ നിഷേധിക്കുന്നു. അദ്ദേഹം എന്നെ അപ്രതീക്ഷിത ലാഭത്തിനായി ഭീഷണിപ്പെടുത്തുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുകയാണ്. എൻ്റെ സ്വകാര്യ ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും സന്തോഷം അനുഭവിക്കുന്നവരിൽ ചിലർ ഈ മനുഷ്യനെ സഹായിക്കുകയാണെന്ന് എൻ്റെ ശക്തമായ വിശ്വാസമുണ്ട്. എൻ്റെ കരിയർ ഞാൻ കഠിനാധ്വാനത്തിലൂടെ നിരന്തരമായ പരിശ്രമത്തിലൂടെ ഉണ്ടാക്കിയതാണ്. സത്യം മാത്രമേ എനിക്ക് ആശ്രമമായിട്ടുള്ളൂ. വ്യക്തിയുമായി കാണപ്പെടുകയോ പീഡനങ്ങൾക്ക് വിധേയനാകുകയോ ചെയ്താൽ പോലും സ്നേഹത്തോടെ ഉണ്ണി മുകുന്ദൻ. ഇതാണ് ഉണ്ണി മുകുന്ദൻ നൽകിയിരിക്കുന്ന എക്സ്പ്ലനേഷൻ. അപ്പം ഇതിൽ നിന്നും ചില കാര്യങ്ങൾ, സംതിങ് ഈസ് ഫിഷി വിത്ത് ദിസ് വിപിൻ കുമാർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ വാർത്തയിൽ പറഞ്ഞതുപോലെ ഇയാളെ തല്ലി എന്നതിന് തെളിവുകളൊന്നുമില്ല, അത് ഉണ്ണി മുകുന്ദൻ നിഷേധിക്കുന്നു. പക്ഷേ ഗ്ലാസ് പൊട്ടിച്ച കാര്യം പറയുന്നുണ്ട്. അത് ടൊവിനോ കൊടുത്ത ഗ്ലാസ് ആയതുകൊണ്ടായിരിക്കണം ഇയാൾ അതൊന്ന് ലിങ്ക് ചെയ്യാൻ വേണ്ടി ടൊവിനോയുടെ സിനിമയെക്കുറിച്ച് പോസ്റ്റ് ചെയ്തത് കൊണ്ടാണ് എന്നെ ആക്രമിക്കാൻ വന്നത് എന്ന രീതിയിലാണ് പ്രചരിപ്പിച്ചത്. ഞാനിതിനു മുന്നിലുള്ള വീഡിയോ പറഞ്ഞിരുന്നു. ടൊവിനോയും ഉണ്ണി മുകുന്ദനും നല്ല സുഹൃത്തുക്കളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ടൊവിനോ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇവിടെ കുറച്ചും കൂടി ഇയാൾ ഒരു ഇരവാദം കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കണ്ണടടിച്ച് പൊട്ടിച്ച ദേഷ്യം തീർക്കാൻ വേണ്ടി തല്ലിയെന്ന് വരുത്തണം. അപ്പോൾ ഈ CCTVയുടെ കാര്യം അന്നേരം ഓർത്തിട്ടുണ്ടാവില്ല. പക്ഷേ ഈ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത് ഈ മുറിവിൻ ചതവൊക്കെ എവിടെയെന്നാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ ഒരു സംഭവം കണ്ടതുകൊണ്ടാണ് നമ്മൾ ആ വിഷയത്തിൽ പ്രതികരിച്ചത്. തല്ലിയൻ്റെ പാടൊക്കെയുള്ള ശരീരത്തുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതൊക്കെ കൂടി കേട്ടപ്പോഴാണ് നമ്മൾക്ക്, അല്ലെങ്കിൽ ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം നമുക്ക് ഉണ്ണി മുകുന്ദന് കൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പം മനസ്സിലാക്കുന്നത് തെളിവുകളൊന്നുമില്ല. ഇനി തീർച്ചയായിട്ടും ഉണ്ണി മുകുന്ദൻ ചെയ്യേണ്ടത്, ഇയാളിപ്പോൾ ഒരുമാതിരി വിഷമാണ്, നിങ്ങളെ പ്രൊഫഷനതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്, ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് എന്തായാലും നിയമപരമായ ഒരു സാധ്യതയുണ്ട് ഇയാൾക്കെതിരെ തിരിച്ചൊരടി കൊടുക്കാനായിട്ട്. അടിക്കാൻ തൊട്ടെങ്കിൽ ഫിസിക്കൽ അസോൾട്ടിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, നിയമപരമായി തന്നെ ഇയാളെ നേരിടാനുള്ള ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ണി മുകുന്ദൻ ഇയാൾക്കെതിരെ നടപടിയെടുക്കണം. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് തോന്നുന്നത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം എന്നൊക്കെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.